നമസ്കാരം. നമ്മൾ ഇന്ന് യൂണിവേഴ്സിറ്റി ഓഫ് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് നമ്മൾ കുറെ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ കുറെ നല്ല ഏറ്റവും ഫസ്റ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ വേൾഡിലെ നമ്പർ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റി MIT ഒക്കെ നമ്മൾ MITയെ കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവര് പോയി കാണുക. നിങ്ങൾ സ്റ്റുഡൻസ് പോയി കാണുക. നല്ല ഒരു ചാൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതായത് നല്ല ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡ്. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് നമുക്കറിയാം ന്യൂസിലാൻഡ് എന്ന് പറയുന്ന കൺട്രിയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിനൊരു 18ാം നൂറ്റാണ്ട് മുതലുള്ള യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡ് എന്ന് പറയുന്നത്. 18th സെഞ്ചുറി തൊട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡ്. ഇവിടെ പഠിക്കുന്നവർക്കൊക്കെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ സൂപ്പർ ആയിട്ട് കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡ്. നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ബഹളവും കാനഡയിലൊക്കെ റെന്റും ഒക്കെ കൂടുതലാണ്, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ന്യൂസിലാൻഡിൽ ഇപ്പൊ നമുക്ക് താൽക്കാലികമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ന്യൂസിലാൻഡ്. നമ്മുടെ ന്യൂസിലാൻഡ് സ്ഥാപിച്ചിരിക്കുന്ന ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ എല്ലാ കോഴ്സസും, അതായത് ബിസിനസ് ഉണ്ട്, എഞ്ചിനീയറിംഗ്, സൈക്കോളജി, നമുക്ക് അതുപോലെ തന്നെ ഹെൽത്ത് സയൻസ്, അങ്ങനെ കുറെ കോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ്, അങ്ങനെ കുറെ കോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം, നിങ്ങളുടെ മേഖല ഏതാണോ, നിങ്ങളുടെ താല്പര്യമുള്ള മേഖല ഏതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അവിടത്തേക്ക് അഡ്മിഷൻ അപ്ലൈ ചെയ്യാം. അവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ ആകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അഡ്മിഷൻ ഫീസ് മേടിക്കുന്നില്ല. അതായത് വെളിയിൽ നിന്ന് വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇവര് അഡ്മിഷൻ ഫീസ് ഒന്നും എടുക്കുന്നില്ല. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മൾ മറ്റു യൂണിവേഴ്സിറ്റികളെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഫസ്റ്റ് അഡ്മിഷൻ ഫീസ് ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡിന് അഡ്മിഷൻ ഫീസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവർ എടുക്കുന്നില്ല. അങ്ങനെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡ്. അവിടത്തേക്ക് നിങ്ങൾ അഡ്മിഷന് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ഒക്ടോബർ തൊട്ടാണ് അവരുടെ അഡ്മിഷൻ പ്രോസസ് തുടങ്ങുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസങ്ങളാണ് അവരുടെ അഡ്മിഷൻ നടക്കുക. ഒക്ടോബർ 31 തൊട്ടിട്ട് അവരുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവർ അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ അവർക്ക് സ്പ്രിംഗ് അഡ്മിഷൻ ഉണ്ട്, ഓട്ടം അഡ്മിഷൻ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് മെയിൻലി ഈ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ്. മെഡിക്കൽ സയൻസ് സ്റ്റുഡൻസിനും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റി. അവിടെയും ഇത് പറഞ്ഞിട്ട് നമ്മളുടെ എല്ലാ യൂണിവേഴ്സിറ്റികളെയും പോലെ തന്നെ അവര് ടോഫൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി അവർ ചെക്ക് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് പ്രൊഫഷൻസി 6 മാർക്സ് വേണമെന്ന് തോന്നുന്നു. 6 തൊട്ട് 6.5 അങ്ങനെയാണ്, ആ റേഞ്ചിലാണ് അവരുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി. സാറ്റ്, മാറ്റ്, അങ്ങനെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ഡിഗ്രിക്ക് അനുസരിച്ചുള്ള ഏതെങ്കിലുമൊക്കെ എക്സാംസിന്റെ സ്കോറുകൾ അവർ ചോദിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മളുടെ മറ്റു യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ നമ്മൾ തന്നെ ഒരു നമ്മളുടെ സ്കൂളുകളിൽ നിന്നും നമ്മളുടെ കഴിവുകളെ കുറിച്ചും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചും 2-3 ടീച്ചേഴ്സിന്റെ ആയാലും അഭിപ്രായങ്ങൾ എഴുതിയ ഒരു ഇത് വേണം അവർക്ക്. അതുപോലെ തന്നെ മറ്റു യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഏതെങ്കിലും ഇതിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ, മറ്റു കാര്യങ്ങളെല്ലാം മറ്റു യൂണിവേഴ്സിറ്റികളെ കുറിച്ച് കൂട്ട് തന്നെ അവര് ടോഫൽ, ഇംഗ്ലീഷ് പ്രൊഫഷൻസി, മറ്റു കാര്യങ്ങളൊക്കെ നോക്കും. ബാക്കിയെല്ലാം കോമൺ ആണെങ്കിലും ഇവർക്ക് അഡ്മിഷൻ ഫീസ് ഇല്ല. അതുപോലെ ലോൺ അപ്ലൈ ചെയ്ത് നമുക്ക് അവിടെ പോയി ലോൺ അടയ്ക്കാം. അതുപോലെ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. അങ്ങനെ കുറെ പേര് വിളിക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് കിട്ടുമല്ലോ നമുക്ക് അവിടെ പോയി. പക്ഷെ നമ്മുടെ കയ്യില് ഒരു നല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, കാരണം അവിടെ പോയി കഷ്ടപ്പെടുന്നതിനെക്കാട്ടും നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് നിങ്ങൾ വെച്ചിരിക്കണം. ഒരു 22 lakhs-ഓളം റുപ്പീസ് ആവും നമ്മുടെ അഡ്മിഷൻ, അതായത് അവിടെ ഒരു കോഴ്സ് ചെയ്ത് തീർക്കാനായിട്ട്. അങ്ങനെ അത്രയും കേപ്പബിലിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം.
അതുപോലെ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസിയും നിങ്ങളുടേതായിട്ടുള്ള അതായത് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതെല്ലാം നോക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടും, കൂടുതൽ മറ്റു യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ കിട്ടും. അതുപോലെ 45% അവര് അക്സെപ്റ്റൻസ് ഉണ്ട്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള അക്സെപ്റ്റൻസ് ഉണ്ട്. ഏതാണ്ട് അതായത് ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലും കൂടെ 90% അക്സെപ്റ്റൻസ് റേറ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് അഡ്മിഷന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസും ഇല്ലാത്തത് നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡ്, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പം നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും അവിടെ ഉണ്ട്, നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് കൺട്രീസിലും നമ്മളുടെ രാജ്യത്തും ഒക്കെ നിങ്ങൾക്ക് നല്ല ഒരു പൊസിഷനിൽ ജോബ് കിട്ടാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റി. ഇനി ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടുക. മറ്റ് യൂണിവേഴ്സിറ്റികളും നിങ്ങൾ റെഫർ ചെയ്യുക. ഈ നവംബർ ഡിസംബർ മാസങ്ങളാണ് അഡ്മിഷന്റെ ഇത് ഓപ്പൺ ആവുന്നത്. സോ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഏത് യൂണിവേഴ്സിറ്റി ആണോ നിങ്ങൾക്ക് ഇഷ്ടം ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് നോക്കി അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി നമ്മൾ ഇതിനുള്ള തയ്യാറ് ചെയ്ത് വെക്കണം, തയ്യാറായിട്ടിരിക്കണം. ഈ ഒരു നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളാണ് നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളും പൊതുവായിട്ട് അഡ്മിഷന് കോൾ ചെയ്യുന്ന സമയം.